ഡിയർ സ്റ്റുഡൻസ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി ഷാലു ഹിന്ദി മഞ്ചിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഹിന്ദിയിൽ A+ വാങ്ങണമെന്നല്ലേ ആഗ്രഹിക്കുന്നത്? അതിനുള്ളൊരു കിടിലൻ ടിപ്പ് ആൻഡ് ട്രിക്കുമായാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് പ്രധാനമായിട്ട് പരീക്ഷയ്ക്ക് എഴുതാനുണ്ടാവുന്ന ഒരു കാര്യമാണ് പട്കഥ, അതായത് തിരക്കഥ. അതിൽ നമ്മൾ എന്തൊക്കെയാണ് അതിൻ്റെ ഫോർമാറ്റുകൾ ചെയ്ത് വെക്കേണ്ടത്, എഴുതേണ്ടത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ആദ്യം നമ്മൾ എന്താണ് എഴുതുന്നതെന്ന് എഴുതണമല്ലോ. അപ്പോൾ നമുക്ക് പട്കഥ എന്നൊരു വലിയ ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് സീന് അല്ലെങ്കിൽ ദൃശ്യം എന്ന് കൊടുക്കുക. അത് ഒന്നാണ്, രണ്ടാണെങ്കിൽ ദോന്ന് കൊടുക്കുക, ഒന്നാണെങ്കിൽ ഏക്കെന്ന് കൊടുക്കുക. പിന്നെ അതിൽ മെൻഷൻ ചെയ്യേണ്ടത് സമയം രാവിലെയാണോ, ദോപഹർ എന്ന് പറഞ്ഞാൽ ഉച്ച, ശ്യാം എന്ന് പറഞ്ഞാൽ വൈകുന്നേരം, ഇങ്ങനെ ഏതാണ്, രാത്രിയാണെങ്കിൽ രാത്ത്, അങ്ങനെയുള്ളത് കൊടുക്കുക. അപ്പോൾ ഏതാണെന്നുള്ളത് അവിടെ പ്രത്യേകം ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത് നോക്കിയിട്ട് മെൻഷൻ ചെയ്തത് നോക്കിയിട്ട് വേണം നമ്മൾ എഴുതാൻ. അടുത്തത് ഉംർ അല്ലെങ്കിൽ ആയു, ഇതിലേതാണോ നിങ്ങൾക്ക് എളുപ്പം പഠിക്കാൻ പറ്റുന്നത് അത് എഴുതുക. ഉംറ ആയാലും ആയു ആയാലും രണ്ടും കൂടെ എഴുതി വയ്ക്കരുത്. അതുപോലെ തന്നെ സീൻ, ദൃശ്യം എന്നുള്ളത് രണ്ടും എഴുതരുത്. ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഏറ്റവും ആപ്റ്റായിട്ട് എഴുതാൻ പറ്റുന്നത് നോക്കി സെലക്ട് ചെയ്ത് എഴുതുക. അപ്പം ഒരു ഹർമൻ്റെ നമ്മുടെ വയസ്സാണ് എഴുതുന്നതെങ്കിൽ ആ ഹർമൻ്റെ എന്താണ് എഴുതേണ്ടത്, ഹർമൻ എഴുതുക. എന്നിട്ട് എത്ര വയസ്സാണെന്ന് എഴുതുക. അല്ലാണ്ട് വെറുതെ ചുമ്മാ 10, 20, 25 എന്നൊക്കെ പറഞ്ഞിട്ട് മക്കൾ ആൻസർ ഷീറ്റിൽ എഴുതി വയ്ക്കാറുണ്ട്. അങ്ങനെ എഴുതി വെച്ചാൽ ഒരിക്കലും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല. അടുത്തത് പാത്രങ്ങൾ, പത്രമല്ല പാത്ര. ആരൊക്കെയാണ് കഥാപാത്രങ്ങൾ എന്ന് അവരെ പേരെഴുതുക. അവരെ പിന്നെ ഏകദേശം എത്ര വയസ്സുണ്ടെന്നും കൂടെ ബ്രാക്കറ്റിൽ എഴുതിയാൽ കുറച്ചുകൂടെ നന്നായിരിക്കും. പിന്നെ വേഷഭൂഷ, അവരുടെ വേഷവിധാനങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത് മെൻഷൻ ചെയ്തിട്ട് അതും കൂടെ അവിടെ എഴുതി വയ്ക്കുക. അപ്പോൾ അമ്മ, ഇപ്പോൾ പിന്നെ നമ്മുടെ ഹർമൻ ഉണ്ടെങ്കിൽ ഹർമൻ്റെ അമ്മ, മാ, ഭായ്, ഇതൊക്കെ ഇവരൊക്കെ എന്താണോ ഇട്ടിട്ടുള്ളത്, സാരിയാണെങ്കിൽ സാരി, നിങ്ങൾക്ക് എന്താണോ എഴുതാൻ പറ്റുന്നത് അത് നല്ല വൃത്തിക്ക് നന്നായിട്ട് ആ വേർഡ് നന്നായി എഴുതി പഠിക്കുക. എന്നിട്ട് അതവിടെ മെൻഷൻ ചെയ്ത് വെക്കുക. പിന്നീട് താഴോട്ട് വന്നിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ എന്താണോ ക്വസ്റ്റ്യൻ പേപ്പറിൽ പിന്നെ നിങ്ങൾ എഴുതേണ്ട അത്രയും വേഷഭൂഷ വരെ എഴുതിയതിന് ശേഷം നിങ്ങൾ എഴുതേണ്ടത് എന്താണ് മക്കളെ, അതായത് ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്താണോ ക്വസ്റ്റ്യൻസ് തന്നിട്ടുള്ളത് അത് നല്ലതുപോലെ അവിടെ അവർ തമ്മിലുള്ള സംവാദ് എന്നുള്ളത് കൊടുത്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോന്നും സംവാദങ്ങൾ ആരാണോ തമ്മിലുള്ള സംഭാഷണങ്ങൾ അത് നല്ല രീതിയിൽ അവിടെ എഴുതിയിട്ട് വയ്ക്കുക. എന്നിട്ട് ലാസ്റ്റ് ദൃശ്യ സമാപ്ത കൂടി എഴുതി വെച്ച് കഴിഞ്ഞാൽ തിരക്കഥയ്ക്കുള്ള മുഴുവൻ മാർക്കും നമ്മൾക്ക് നേടിയെടുക്കാം. അപ്പം ഇങ്ങനെയാണ് അപ്പം സീന് ഓർ ദൃശ്യ. സെക്കൻഡ് വൺ സമയം അല്ലെങ്കിൽ ഉംർ ഓർ ആയു എന്നെഴുതുമായിരിക്കും കൂടുതൽ നന്നാവുക. പാത്രം, വേഷഭൂഷ, ഇത്രയും നിങ്ങൾ സ്റ്റെപ്പായിട്ട് ഏതൊരു പട്കഥ വന്നു കഴിഞ്ഞാലും അതിൽ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു മാർക്ക് നേടിയെടുക്കാൻ പറ്റും. അപ്പം എല്ലാവർക്കും നല്ലൊരു വിജയാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിങ്ങളുടെ സ്വന്തം ശാലിനി സുജിത്. സി യു.